നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലൈസൻസ് ഇല്ലാത്ത ഹോട്ടൽ, അതല്ലേ നിങ്ങളുടെ പ്രശ്നം? വായിച്ചു നോക്കാം. എന്താണോ? ഇവള് തന്നെ ജയിച്ചു സാറേ. ഇത് ഹോട്ടലിനുള്ള ലൈസൻസാണ്. അതങ്ങനെ? എടോ, ഇത് അവളെ പേരിലല്ലോ. ലൈസൻസ് ആരുടെ പേരിലാണേലും ഹോട്ടലിൽ പ്രവർത്തിക്കാമല്ലോ സാറേ. ആ ഉത്തരവിങ്ങി തരണം സർ. ഹോട്ടൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ്. പിന്നെ പോലീസ് വെരിഫിക്കേഷൻ. അത് സിയുടെ ഓഫീസിൽ നിന്നല്ല, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ മെയിലിൽ വന്നിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. ശ്രീരഞ്ജനി ഓരോ ദിവസം അവളെ എന്റെ കൈപ്പാങ്ങിന് കിട്ടും. വാടോ പോവാം. സാറേ ഒന്ന് നിക്കണം. എന്താടി? എടി പോടിന്നുള്ള വിളിയൊക്കെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് സർ കോടതി. അയ്യോ, എന്നാ മേഡം മുഴിഞ്ഞാട്ടെ, അടിയും കേട്ടോളാം. കരിമ്പും കാട്ടിൽ ആന കയറിയതുപോലെ സാർ ഇവിടെ ചില കോപ്രായങ്ങൾ കാണിച്ചില്ലേ, അതൊന്ന് പരിഹരിച്ചിട്ട് പോണം. മനസ്സിലായില്ല? ഇവിടെ തട്ടിമറിച്ചിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് നേരെ എടുത്തു വെച്ചിട്ട് പോണം. അതിന് CI ചന്ദ്രബോസേ വേറെ ജനിക്കണം. കക്ഷത്തിലൊരു കമ്മീഷൻ ഉണ്ടെന്ന് കരുതി അധികം നെകളിക്കണ്ട. ഹോട്ടലെ തുറക്കുന്നു എന്നുള്ള അഹങ്കാരവും വേണ്ട. എടീ, തുറക്കുന്നതിനൊക്കെ എളുപ്പമാ പൂട്ടിക്കാൻ. അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ പോലീസുകാർക്ക് അറിയാം. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ ചന്ദ്രബോസ് സാറേ. തൽക്കാലം സാർ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് പോണം. നിന്നോടല്ലേ പറഞ്ഞ മനസ്സിലാന്ന്? മനസ്സുണ്ടാവണല്ലോ ചന്ദ്രബോസ് സാറേ. ഇല്ലെങ്കിൽ നീ എന്തായടാ തല്ലുവോ? അത് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ബോസ് സാറിനല്ലേ. കീഴ് ജീവനക്കാരെയൊക്കെ മുന്നിൽ വെച്ച് തല്ലു വാങ്ങുന്നത് സാറിന് ഭയങ്കര നാണക്കേടായിരിക്കും. ഞാൻ യൂണിഫോമിലാണ്. അതാണൊരു തടസ്സം. ഈ യൂണിഫോമിനോട് ഒരു ആദരവ് പുലർത്തുന്ന ഒരാളാ ഞാൻ. തെമ്മാടിത്തരം കാണിച്ച് തല്ല് വാങ്ങിച്ചു കൂട്ടുമ്പോ സാർ തൽക്കാലത്തേക്ക് ഇതൊന്ന് ഊരി വെച്ച കൊള്ളാം. എങ്ങനെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.